ഹലോ ഫ്രണ്ട്സ്, ഒരു സിനിമയുടെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം വരുന്നത് വളരെ സാധാരണയാണ്. പക്ഷേ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ഒരു സ്പിൻ ഓഫ് മൂവി, അതായത് ആ ഒരു കഥാപാത്രത്തിന് വെച്ച് മാത്രം ഒരു സിനിമ വരുന്നതെന്ന് പറയുന്നത് മലയാള സിനിമയിൽ വളരെ റെയറാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കഥാപാത്രത്തിൻ്റെ 5 സിനിമകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ 5ാം സ്ഥാനത്ത് വരുന്നത് സൗബിൻ ഷാഹിർ നായകനായ കള്ളൻ ഡിസൂസ എന്ന് പറയുന്ന സിനിമയാണ്. 2022 റിലീസ് ചെയ്ത ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ദുൽഖറിൻ്റെ ചാർലി എന്ന സിനിമയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ അത്യാവശ്യം നല്ല പോപ്പുലർ ആയതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഒരു സ്പിൻ ഓഫ് മൂവി വന്നത്. പക്ഷേ സിനിമ തിയേറ്ററിലേക്ക് അട്ട ഫ്ലോപ്പായിരുന്നു. ഭയങ്കര ഡിസാസ്റ്റർ തന്നെയായിരുന്നു ഈ ഒരു സിനിമ. പക്ഷേ എന്നാലും ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ലിസ്റ്റിൽ 4ാമതായി വരുന്നത് ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയാണ്. 2024 റിലീസ് ചെയ്തത്. ഇത് നമ്മുടെ ചാക്കോച്ചൻ നായകനായ എന്നാ താൻ കേസ് കൂടുന്ന സിനിമയിലെ 2 കഥാപാത്രങ്ങളാണ്. കഥാപാത്രങ്ങളുടെ പേരാണ് സുരേഷും സുമതല ടീച്ചറും. ഈ ഒരു കഥാപാത്രം എന്തോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും പിന്നെ ഈ ഒരു 2 ക്യാരക്ടേഴ്സിനെ വെച്ച് ഒരു സ്പിൻ ഓഫ് മൂവി വരികയും ചെയ്തു. പക്ഷേ എന്തോ ക്യാരക്ടർ നല്ലതാണെങ്കിലും ആ മൂവി അത്ര വർക്കൗട്ട് ആയില്ല. അതും വൻ ഫ്ലോപ്പ് തന്നെയായിരുന്നു. ലിസ്റ്റിൽ 3ാമതായി ഞാൻ വെച്ചിരിക്കുന്നത് പേഴ്സണലി ഇത് ഏറ്റവും അവസാനം പറയുന്ന ഒരു മൂവിയാണ്. പക്ഷേ ഈ ഒരു ആക്ടറിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ 3ാം സ്ഥാനം വെച്ചത്. പവനായ 99.99. ഇത് നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും നായകനായ നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ഒരു ക്യാരക്ടറാണ് പവനായ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ ഇത്ര നന്നായിട്ട് പോലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സ്പിൻ ഓഫ് വരുത്തിയിട്ട് ഇങ്ങനെ ഒരു കോമാളിത്തരം കാണിച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല. യൂട്യൂബിൽ സിനിമ കിടപ്പുണ്ട്, ആർക്കും വേണ്ടാതെ. മനക്കട്ടിയുള്ളവർക്ക് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്താക്കാം. പിന്നെ സിനിമ ഒരു ഹ്യൂജ് ഫ്ലോപ്പ് തന്നെയായിരുന്നു. 2ാം സ്ഥാനത്ത് 2 സിനിമകളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ഒരു സിനിമയല്ല, പകരം ആ ഒരു ക്യാരക്ടർ തന്നെ വരുവാണ്. ഷൈൻ ടോം ചാക്കോയും ചെമ്പൻ വിനോദും കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ 2019 റിലീസ് ചെയ്ത ദി മാസ്ക് എന്ന് പറയുന്ന സിനിമ. അതിൽ 1989 റിലീസ് ചെയ്ത റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ സാക്ഷാൽ റാംജി റാവു എന്ന ക്യാരക്ടർ വീണ്ടും റീ എൻട്രി നടത്തിയിട്ടുണ്ടായിരുന്നു. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതും ജസ്റ്റ് ഒരു കോമാളിത്തരം എന്ന രീതി മാത്രമേ ഉള്ളൂ. സിനിമ ഇറങ്ങിയത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. സിനിമ ഒരു ഹ്യൂജ് ഫ്ലോപ്പ് തന്നെയായിരുന്നു. അത്ര നല്ലൊരു ക്യാരക്ടർ വീണ്ടും റീ എൻട്രി ശ്രമിച്ചിട്ടും ഇങ്ങനെ ഒരു ഡിസാസ്റ്ററായി പോയല്ലോ. 2ാമത്തെ സിനിമയാണ് പ്രേതം 2. ഈ 2 സിനിമകൾ ഈ 2ാം സ്ഥാനം അർഹതപ്പെട്ടതാണോ നിങ്ങൾ തന്നെ പറയുക. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ് മൂവി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിൻ്റെ സ്റ്റോറി വേറെയാണ്, ഇതിലെ കഥാപാത്രങ്ങൾ വേറെയാണ്, ഡിഫറെൻറ്റ് ലൊക്കേഷനാണ്. ഈ ഒരു ജോൺ ഡോൺ ബോസ്കോ എന്ന ക്യാരക്ടർ മാത്രമേ ഈ പ്രേതം 2 വരുന്നുള്ളൂ. 1ാം ഭാഗത്തിലെ ബാക്കിയുള്ള 3 കഥാപാത്രങ്ങളേറ്റവും അതായത് ആ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതൊരു സ്പിൻ ഓഫ് മൂവി തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല തിരുത്തുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ എതിർ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ഞാനിരുന്ന അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് കൂട്ടത്തിലെ കൊലക്കൊമ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉണ്ണിമൂന്ന നായകനായ ദ വൺ ആൻഡ് ഓൺലി മാർക്കോ സിനിമയുടെ കാര്യത്തിൽ 2 കാര്യങ്ങൾ എടുത്ത് തന്നെ പറയേണ്ടതാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു A സർട്ടിഫൈഡ് സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത്. 100 കോടിക്ക് മേലെ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു A സർട്ടിഫൈഡ് സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത് അത് ആനിമൽ സിനിമ തന്നെയാണ്. അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. 2ാമത്തേത് ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ് വന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടും പോസിറ്റീവ് വന്നിട്ടും ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ച ഒരേ ഒരു സിനിമ അത് മാർക്കോ തന്നെയാണ്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, BGM, സോങ്സ് എല്ലാം വേറെ ലെവൽ ഹിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ലിസ്റ്റിൽ ഇത്രയാണ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക. പിന്നെ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.